വസന്ത്, ഇതിലെ പ്രശ്നം വയനാടുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ സാഹചര്യത്തിൽ നിങ്ങൾ പിരിക്കാനിറങ്ങി, നിങ്ങൾ പിരിച്ചു, ഒരു വർഷമായി പിരിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ പൈസ എവിടെ? ഒരു വർഷമായിട്ടും നിങ്ങളത് FD-യിലിട്ട് പലിശ എടുക്കുന്നതല്ലാതെ അവർക്ക് വേണ്ടി ഭൂമി വാങ്ങാനോ അവിടെ പ്രാരംഭ നടപടികൾ തുടങ്ങാനോ കഴിഞ്ഞിട്ടേ ഇല്ല. ഇതിനാണ് നിങ്ങൾ സമാധാനം പറയേണ്ടത്. ഉത്തരം പറയാതെ അത് തന്നെയാണ് പറയുന്നില്ലെന്നേ. നിങ്ങൾ പകരം വേറെ പല കാര്യങ്ങളും പറഞ്ഞു നിൽക്കുക. നിങ്ങളുടെ നേരെ ഉയരുന്ന ചോദ്യങ്ങൾക്ക് മറുപടിയില്ല. അതാണ് പ്രശ്നം. ചോദിക്കും. കാര്യം സർക്കാരിന്റെ എല്ലാ ഈ ഉത്തരം പറഞ്ഞിട്ടാവാം, നിങ്ങൾക്ക് നേരെ ഉയരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞിട്ടാകാം മറുചോദ്യം. ഇതിനുത്തരം പറയൂ. ഞങ്ങളോട് ഒരു സന്നദ്ധ സംഘടനയോട് പറയണം, നിങ്ങളുടെ പൈസ എന്തേ? ഞങ്ങളുടെ പൈസ അക്കൗണ്ടിലുണ്ട്. ഇനി നിങ്ങൾ ആരോപിക്കുന്നത് പോലെ അക്കൗണ്ടിലിടാനല്ലത് ജനം പൈസ തന്നത്. ഒരു വർഷമായിട്ട് നിങ്ങൾക്ക് പലിശക്കാണോ പൈസ തരുന്ന ആളുകൾ? പലിശ വാങ്ങാനാണോ? യൂത്ത് കോൺഗ്രസ് പ്രവർത്തക എന്ന് പറയുന്ന നിങ്ങളുടെ തന്നെ ചാനൽ ചർച്ചകളുടെ വക്താവായ അരുൺകുമാറിന്റെ ഓഫീസിലെ ജൂനിയർ എറണാകുളത്ത് ഒരു പോലീസ് സ്റ്റേഷനെ സമീപിച്ചത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ഭരിക്കുന്ന പോലീസിന് അതിലൊരു FIR ഇടാനുള്ള ഗ്രൗണ്ട്സ് പോലും ഉണ്ട് എന്ന് തോന്നാഞ്ഞത്? അതിന്റെ ഉത്തരം കൂടി പറയുന്നേ. നിങ്ങളുടെ പോലീസിന്റെ മുമ്പിൽ VPP പറയുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തക, ഞാൻ പറയുന്ന അഡ്വക്കേറ്റ് അരുൺകുമാറിന്റെ ഓഫീസ് സ്റ്റാഫ്, മുൻ മഹാരാജാസ് കോളേജിലെ യൂണിറ്റ് കമ്മിറ്റി അംഗം SFIയുടെ, അവർ ചെന്നൊരു പരാതി കൊടുത്തു. ശരി, അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യത്തിലേക്ക് കൂടി ഇതേ ആർജവത്തോടു കൂടി വരൂ വസന്ത്. ഇതേ ആർജവത്തോടു കൂടി വസന്തിനോട് ഞാൻ ആ ചോദ്യം ആവർത്തിക്കുന്നു. 20 കോടി പിരിക്കേണ്ടിടത്ത് ഒരു വർഷമായിട്ടും കോൺഗ്രസ് പാർട്ടിക്ക് 3 കോടിയേ കിട്ടിയുള്ളൂ. 100 വീട് എങ്ങനെ പണിയും? 100 വീട് എങ്ങനെ പണിയും? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞങ്ങൾക്ക് അത്ര ഒരു പ്രശ്നമുണ്ട്, പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുണ്ട്. DYFI സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം നിങ്ങളുടെ കാര്യം ചോദിക്കുമ്പോ നിങ്ങൾ ആ വീട് എങ്ങനെ പണിയും? 100 വീട് നിങ്ങൾ എങ്ങനെ പണിയും? അതൊന്ന് പറഞ്ഞു തരാമോ വസന്ത്? ഒരു മിനിറ്റ് എനിക്ക് തരാമോ? എത്രയോ മിനിറ്റ് തന്നു. നിങ്ങൾ വേറെ കാര്യം പറയുന്നില്ല. നിങ്ങളോട് ജനം ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരവില്ല. 100 വീട് നിങ്ങൾ എങ്ങനെ പണിയും? 100 വീട് എങ്ങനെ പണിയും? മറുചോദ്യമാണ്. മറുചോദ്യം നിൽക്കട്ടെ, ഉത്തരം പറഞ്ഞിട്ട് ആട്ട് സാറേ. മറുചോദ്യം, 100 വീട് നിങ്ങൾ എങ്ങനെ പണിയും? ഇല്ലില്ല, 100 വീട് നിങ്ങൾ എങ്ങനെ പണിയും? എന്തുകൊണ്ടാണ് മറുചോദ്യം ചോദിക്കുന്നത് അറിയാമോ? ഉത്തരം പറഞ്ഞിട്ടാവാതെ. ഉത്തരം പറഞ്ഞാൽ വസന്തിന്റെ മറുചോദ്യമോ എന്തുമാകാം. 100 വീട് നിങ്ങൾ എങ്ങനെ പണിയും? യൂത്ത് കോൺഗ്രസ് എങ്ങനെ 30 വീട് പണിയും ഈ പൈസ വെച്ച്?